ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധ പരമാവധി വികാരണത്തിന് എല്ലാവരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും 50 നോമ്പിലേക്ക് സ്വാഗതം. ഈശോയുടെ 40 ദിവസത്തെ മരുഭൂമിയിൽ കഠിനമായ ഉപവാസത്തെ ധ്യാനിച്ചുകൊണ്ട്, അതോടൊപ്പം ഈശോ തന്റെ ദൗത്യത്തെക്കുറിച്ച് ധ്യാനിച്ച് അതിനായിട്ട് ഒരുങ്ങിയതുപോലെ നമ്മളും ഈശോയുടെ പീഡാനുഭവത്തെയും മരണത്തെയും ധ്യാനിച്ചുകൊണ്ട്, ഈശോയുടെ മാതൃകയെ ഉൾക്കൊണ്ടുകൊണ്ട് ഉപവസിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ 50 ദിവസമെങ്കിലും നമ്മൾ നോമ്പ് ആചരിക്കുകയാണ്. ഈ നോമ്പാചരണത്തിൽ നമ്മൾ ഈശോയുടെ 40 ദിവസത്തെ മരുഭൂമിയിലെ ഉപവാസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ നിന്നും മാറ്റുവാനായിട്ട് സാധിക്കാത്ത യാഥാർത്ഥ്യമാണ് ഈശോയുടെ പ്രലോഭനം. ഈശോ പ്രലോഭിപ്പിക്കപ്പെടുകയായിരുന്നു. അത് 40 ദിവസത്തിന് ശേഷമായിരുന്നു, അതോ 40 ദിവസം തുടർച്ചയായിട്ടായിരുന്നു, ഒന്നും നമ്മൾ കൃത്യമായിട്ട് അറിയില്ല. ഏതായാലും വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, മാമോദിസായ്ക്ക് ശേഷം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി അവനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു എന്നാണ്. അപ്പോൾ പരിശുദ്ധാരൂപി ഈശോയെ മരുഭൂമിയിലേക്ക് നയിക്കുകയായിരുന്നു. എന്തിനാ? പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി. അതുകൊണ്ട് ഓർക്കണം, നമുക്കും പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകുമ്പോൾ അതും പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനമാണ്. അതിൽ സന്തോഷിക്കണം, ആഹ്ലാദിക്കണം. അസ്വസ്ഥതകൾ, ക്ലേശങ്ങൾ, ആകുലതകൾ, വ്യഗ്രതകൾ, രോഗങ്ങൾ എല്ലാം തന്നെ പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനമായിട്ട് കൂടി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. ഇനി എന്തായിരുന്നു ഈശോയുടെ പ്രലോഭനം? 50 നോമ്പിന്റെ ആദ്യത്തെ ആഴ്ചയിൽ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം അതാണ്. പിശാച് വന്ന് ഈശോയോട് വളരെ തന്ത്രപൂർവ്വം പറയുകയാണ്, നിനക്ക് വിശക്കുന്നില്ലേ? നിന്റെ ഉപവാസമൊക്കെ കഴിഞ്ഞില്ലേ? അതുകൊണ്ട് ഒരു കല്ല് അപ്പമാക്കി ഭക്ഷിച്ചുകൂടെ? കേൾക്കുമ്പോൾ വളരെ ലളിതമാണ്. അല്ല, 40 ദിവസത്തെ കഠിനമായ ഉപവാസത്തിന് ശേഷം ഒരു കല്ലെടുത്ത് അപ്പമാക്കി ഭക്ഷിച്ചാൽ അതിലെന്താ തെറ്റിരിക്കുന്നത്? ഈശോ ദൈവമല്ലേ? കല്ല് അപ്പമാക്കാനായിട്ട് ഈശോയ്ക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. പക്ഷേ ഇവിടെ സാത്താന്റെ തന്ത്രം, സൂത്രം, അതിബുദ്ധി നമ്മൾ മനസ്സിലാക്കണം. സാത്താൻ ഒരു ദൈവശാസ്ത്രജ്ഞനെ പോലെയാ ഈശോയോട് സംസാരിക്കുന്നത്. കാരണം സാത്താൻ അറിയാം, ഈശോ വന്നത് അപ്പമാക്കാനാണ്, പരിശുദ്ധ കുർബാനയാകാനാണ്. പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ലോകാവസാനം വരെ പരിശുദ്ധ കുർബാനയിലൂടെ രക്ഷാകര പ്രവർത്തികൾ തുടരാനാണ്. അപ്പോൾ ഈശോ വന്നത് എതിരാണ്? പരിശുദ്ധ കുർബാന സ്ഥാപിക്കാനാണ്, അപ്പമാകാനാണ്. പക്ഷേ സാത്താൻ വന്ന് പറയുകയാണ്, പരിശുദ്ധ കുർബാനയാകുവാനുള്ള നിന്റെ പദ്ധതിയെ നീ അങ്ങ് മാറ്റിവെച്ച് പകരം പെട്ടെന്ന് ജനത്താൽ ആകർഷിക്കപ്പെടുന്നതിന് വേണ്ടി നീ അവന്റെ വയറിന്റെ പ്രശ്നം മാറ്റി കൊടുക്കുന്ന ദൈവമാവുക, കല്ല് അപ്പമാക്കി കൊടുക്കുക, മനുഷ്യന്റെ ശാരീരികമായ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുക, അങ്ങനെ പ്രശ്നം പരിഹരിക്കുന്ന ഒരു ദൈവമാവുക. പരിശുദ്ധ കുർബാനയുടെ കാര്യം നീ വിസ്മരിച്ചു കളാം. അതുകൊണ്ടാണ് ഈശോ മറുപടി കൊടുത്തത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വചനം കൊണ്ട് കൂടിയാണ് ജീവിക്കുന്നത്. അതെ, തിരുവചനം മാംസം ധരിച്ചു, ആ മാംസം അപ്പമായി തീരാൻ പരിശുദ്ധ കുർബാനയാകാനാണ് ഈശോ വന്നത്. ഓർക്കണം, സാത്താന്റെ ഈ പ്രലോഭനം ഇന്ന് സഭയ്ക്കുണ്ട്. സഭയുടെ പ്രലോഭനം എന്താണെന്ന്? പരിശുദ്ധ കുർബാനയേക്കാൾ, ദിവികാരന്റെ സാന്നിധ്യത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുക, മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് കൊടുക്കുക. പരസ്നേഹ പ്രവൃത്തിയും കാരുണ്യ പ്രവൃത്തിയുമാണ് പരിശുദ്ധ കുർബാനയേക്കാൾ വലുതെന്ന് ചിന്തിച്ചു പോവുക. അങ്ങനെ സഭ ഒരു സാമൂഹ്യ പ്രവർത്തന സംഘടനയാണെന്ന് വാദിക്കുന്നവരുണ്ട്. മനുഷ്യനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതാണ് സഭയുടെ പ്രവർത്തനം എന്നൊക്കെ പറയും. ശരിയാണത്. പക്ഷെ ആത്യന്തികമായിട്ട് സഭയുടെ ലക്ഷ്യം എന്താണ്? എല്ലാവരെയും പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. എല്ലാ കാരുണ്യ പ്രവർത്തികളുടെയും സാമൂഹ്യ പ്രവർത്തനങ്ങളുടെയും
സ്കൂൾ നടത്തുന്നതിൻ്റെയും ആശുപത്രി നടത്തുന്നതിൻ്റെയും അനാഥാലയങ്ങൾ നടത്തുന്നതിൻ്റെയും എല്ലാം ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? സഭയെ എല്ലാവരെയും പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കഴിഞ്ഞ വർഷം പുറപ്പെടുവിച്ച ദെസിദേരാവി എന്ന അപ്പസ്തോലിക കത്തിലൂടെ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കുർബാന സ്ഥാപനത്തിന് മുമ്പ് ഈശോ അപ്പസ്തോലന്മാരോട് പറഞ്ഞു, നിങ്ങളോടൊത്ത് പെസഹ ഭക്ഷിക്കാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചു. പെസഹ ഭക്ഷിക്കാൻ എന്ന് പറഞ്ഞാൽ ഈശോയുടെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും നൽകാൻ. ഇന്നും ഈശോയുടെ ആ ദാഹം, ആഗ്രഹം, വിശപ്പ് തുടരുകയാണ്. ലോകത്തെ മുഴുവനും തന്റെ പെസഹായിലേക്ക് കൊണ്ടുവരാൻ, ലോകത്തിലെ ഓരോ വ്യക്തിക്കും തന്റെ പെസഹ പങ്കുവെക്കുക, അതാണ് യേശു ആഗ്രഹിക്കുന്നത്. അതാണ് സഭയെ ഏൽപ്പിച്ചിട്ടുള്ളതായ ഉത്തരവാദിത്വം. അതുകൊണ്ട് എന്തെല്ലാം കാരുണ്യ പ്രവൃത്തികൾ ചെയ്താൽ, എന്തെല്ലാം പരസ്നേഹ പ്രവൃത്തികൾ ചെയ്താൽ, വിശക്കുന്നവർക്ക് ഭക്ഷണവും, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടവും, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രവും സഭ കൊടുക്കുമ്പോൾ മറക്കരുത്, അതിൻ്റെ ഒക്കെ ലക്ഷ്യം അവരെ ഏക സത്യ ദൈവത്തെ മനസ്സിലാക്കി ഏക സത്യ ദൈവത്തെ ആരാധിക്കുന്ന ദൈവം തന്ന ആരാധനയാവുന്ന പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ സഭയ്ക്ക് നിലനിൽപ്പില്ല. രണ്ടാമത്തെ പ്രലോഭനം എന്തായിരുന്നു? ഈശോ ദേവാലയത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. സാത്താൻ ഈശോയോട് പറഞ്ഞു, നീ താഴേക്ക് ചാടുക, മാലാഖമാരെ നിന്നെ താഴേക്കൊള്ളു. എന്തുകൊണ്ട് ദേവാലയത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി? സാത്താൻ അറിയാം, ഈശോ വന്നത് ഈ ദേവാലയത്തിന് പകരം, ഈ ജെറുസലേം ദേവാലയത്തിന് പകരം തന്റെ പീഡാനുഭവ മരണ ഉത്ഥാനങ്ങളിലൂടെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ദേവാലയങ്ങൾ പണിയപ്പെടും. അവിടെ ദൈവത്തിന് ആരാധന അർപ്പിക്കപ്പെടും. അപ്പോൾ പിശാച് എത്രപൂർവ്വം പറയാം, നീ നിന്റെ പീഡാനുഭവ മരണ ഉത്ഥാനങ്ങളിലൂടെ ലോകത്ത് മുഴുവനും ദേവാലയങ്ങൾ സ്ഥാപിക്കാനുള്ള നിന്റെ പദ്ധതിയെ നീ മറന്നുകളാ. മനുഷ്യരെ ദൈവത്തിലേക്ക് ആകർഷിക്കുന്ന ആകർഷകമായ കാര്യങ്ങൾ ചെയ്യുക, നീ സർക്കസ് കാണിക്കുക. അപ്പോൾ എല്ലാവരും നിന്നെ വിശ്വസിക്കും. അങ്ങനെ എളുപ്പവഴിയിലൂടെ ജനത്തെ ആകർഷിക്കുക. സഹോദരങ്ങളെ, സഭയിലും ഈ പ്രലോഭനം നമുക്കുണ്ട്. എന്തെങ്കിലും സൂത്രങ്ങളും തന്ത്രങ്ങളും കാണിച്ചുകൊണ്ട് ജനത്തെ ആകർഷിക്കുക. ചെറുപ്പക്കാരെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ലോകത്തിൻ്റെതായ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക, ഡിസ്കോ ഡാൻസ് നടത്തുക, ഡാൻസ് നടത്തി രസിപ്പിക്കുക. ധ്യാനത്തിൽ പോലും കുട്ടികൾക്ക് അനുഭവം കിട്ടാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഡാൻസുകളാണ്, ബ്രേക്ക് ഡാൻസുകളാണ്. അതിലൂടെ ദൈവാനുഭവം പകരാൻ നമ്മൾ ശ്രമിക്കുകയാണ്. പക്ഷെ ഓർക്കുക, സാത്താൻ ഈശോയ്ക്ക് നൽകിയ അതേ പ്രലോഭനം തന്നെയാണ് ഇവിടെ സഭയ്ക്ക് ഉണ്ടാകുന്നത്. പുരോഹിതൻ എന്താണ് ചെയ്യേണ്ടത്? സൂത്രവിധികളും എളുപ്പവഴികളും ഡാൻസും ഗാനമേളകളും വിക്കലുകളും ഇതെല്ലാം ഒരു അർത്ഥത്തിൽ വേണം, അതിൻ്റെതായ സ്ഥലത്ത്, അതിൻ്റെതായ സാഹചര്യങ്ങളിൽ. പക്ഷേ ആത്യന്തികമായി പുരോഹിതൻ ഉന്നതമായ ദൈവാനുഭവം പകർന്നു നൽകണം. പരിശുദ്ധ കുർബാനയുടെ മിസ്റ്റിക് അനുഭവം പകർന്നു കൊടുക്കണം. അങ്ങനെ എല്ലാവരെയും പരിശുദ്ധ കുർബാനയിലേക്ക്, ദേവാലയത്തിലേക്ക് കൊണ്ടുവരാൻ പുരോഹിതന് സാധിക്കും. സൂത്രങ്ങളും തന്ത്രങ്ങളും ഒന്നും ദൈവാനുഭവം പകർന്നു കൊടുക്കുകയില്ല എന്ന് പ്രത്യേകം ഓർക്കാം. മൂന്നാമതായി, സാത്താൻ ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി ഈശോയോട് പറഞ്ഞു, നീ എന്നെ അങ്ങ് ആരാധിച്ചു, നിന്റെ പീഡാനുഭവ മരണ ഉത്ഥാനങ്ങളൊക്കെ നീ മറന്നുകളാ. വളരെ എളുപ്പത്തിൽ ഈ ലോകത്തെ മുഴുവനും ഞാൻ നിനക്ക് തരാം. അതെ, സാത്താന്റെ തന്ത്രം കണ്ടു. ഈശോ വന്നത് എന്തിനു വേണ്ടിയാണ്? ആരാധന സ്ഥാപിച്ചുകൊണ്ട്, ആരാധനയിലൂടെ എല്ലാവരെയും ദൈവത്തിന്റെ പകലേക്ക് കൊണ്ടുവരാൻ, ആരാധനയിലൂടെ എല്ലാവരെയും നേടിയെടുക്കാനാണ്. പക്ഷെ ഇവിടെ സാത്താൻ പറയുക, നീ എന്നെ ആരാധിച്ചു. ഈ പ്രലോഭനം ഇന്നും സഭയിലെ എത്രയോ വ്യക്തികൾ വഴിതെറ്റി ദൈവാരാധനയ്ക്ക് പകരം നേട്ടങ്ങൾക്ക് വേണ്ടി, ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി സാത്താൻ ആരാധനയിൽ പെട്ടുപോകുന്നു. സാത്താനെ ആരാധിച്ചാൽ സാത്താൻ എല്ലാം സമ്പത്തും ഒക്കെ സ്ഥാനമാനങ്ങളും വിജയങ്ങളും ഒക്കെ നൽകും. അങ്ങനെ ഈശോയ്ക്ക് അനുഭവപ്പെട്ട ആ പ്രലോഭനം നമ്മൾക്കുമുണ്ട്, സഭയ്ക്കുണ്ട്. അതുകൊണ്ട് ഈ നോമ്പുകാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈശോയുടെ പ്രലോഭനം അത് പരിശുദ്ധ കുർബാനയ്ക്കും ആരാധന ക്രമത്തിനും എതിരായിട്ടായിരുന്നു
എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളും ഈ പ്രലോഭനത്തിൽ വീണു പോകാതിരിക്കാൻ സാധിക്കട്ടെ. പരിശുദ്ധ കുർബാനയ്ക്കും ആരാധനക്രമത്തിനും ആരാധനയ്ക്കും പ്രമുഖ സ്ഥാനം നൽകുവാൻ, ഒന്നാം സ്ഥാനം നൽകുവാൻ സഭയ്ക്ക് സാധിക്കട്ടെ. വ്യക്തിപരമായും സഭാത്മകമായും സഭയ്ക്ക് സാധിക്കട്ടെ. പരിശുദ്ധ പരമാവധി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഓർച്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.